നമസ്കാരം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 100 പോയിന്റ് ഉയർന്ന് 26,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്തുവെങ്കിലും ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അമേരിക്കൻ ഫ്യൂച്ചർ ഫ്ലാറ്റായി തുടരുകയും യൂറോപ്യൻ ഫ്യൂച്ചർ ഇടിയുകയും ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമാവുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ നെഗറ്റീവ് ഓപ്പണിങ്ങോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റും അതിൻ്റെ റെസിസ്റ്റൻസ് സോണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 26,100, 26,200 തുടങ്ങിയ സോണുകൾ മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ് സോണുമാണ്. തുടർച്ചയായ 5 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി മാറുകയും 400 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. അമേരിക്കയുടെ ജോബ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ചില പ്രധാനപ്പെട്ട എക്കണോമിക് ഡേറ്റകൾ വരാനുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും കോഷ്യസ് അപ്രോച്ചും പ്രോഫിറ്റ് ബുക്കിങ്ങും കാണാൻ സാധിച്ചു. S&P ഏകദേശം 1% ഇടിയുകയും ചെയ്തു. കൊമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അമേരിക്ക റഷ്യയ്ക്ക് മുകളിൽ ഫ്രഷ് സാങ്ഷൻ ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രെൻഡ് ക്രൂഡിൻ്റെ വില $64 പെർ ബാരൽ എന്ന ലെവലിലും WTI ക്രൂഡിൻ്റെ വില $60 പെർ ബാരൽ എന്ന ലെവലിലേക്കും എത്തിയിട്ടുണ്ട്. അമേരിക്കൻ മാർക്കറ്റിൽ വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും പ്രകടമാണ്. ജപ്പാൻ്റെ ഇൻഡെക്സ് 2.25, കൊറിയൻ ഇൻഡെക്സ് 1.82% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് JSW ഇൻഫ്ര. JSW ഇൻഫ്ര ഒമാൻ പോർട്ട് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൻ്റെ 51% സ്റ്റേക്കുകൾ $419 മില്യൺ അക്വയർ ചെയ്തതുകൊണ്ട് JSW ഇൻഫ്ര എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. എംക്യൂർ ഫാർമ, എംഫസിസ്, പേടിഎം തുടങ്ങിയ കമ്പനികളിൽ ഇന്ന് ഡിസ്കൗണ്ട് സെല്ലിംഗ് വരികയാണ്. ഈ കമ്പനികളിലെ പ്രധാന ഇൻവെസ്റ്റേഴ്സ് കമ്പനികളുടെ സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യുന്നു. എംക്യൂർ ഫാർമയുടെ പ്രധാന ഇൻവെസ്റ്ററായ ബെയിൻ ക്യാപിറ്റൽ കമ്പനിയുടെ 2% ഇക്വിറ്റി, അതായത് 38 ലക്ഷം ഷെയറുകളാണ് 7% ഡിസ്കൗണ്ട് പ്രൈസിൽ 1,296 രൂപയ്ക്കടുത്ത് സെൽ ചെയ്യുന്ന 1,296 രൂപയിൽ നിന്നും 7% ഡിസ്കൗണ്ട് പ്രൈസിൽ സെൽ ചെയ്യുന്നത്. അതുകൊണ്ട് എംക്യൂർ ഫാർമ എന്ന സ്റ്റോക്കിൽ ഇന്നൊരു ഡിസ്കൗണ്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. എംഫസിസ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടറായ ബ്ലാക്ക് സ്റ്റോൺ എംഫസിസിൻ്റെ 9.5% ഇക്വിറ്റി ഷെയറുകൾ, അതായത് 1.8 കോടി ഇക്വിറ്റി ഷെയറുകൾ 4% ഡിസ്കൗണ്ട് പ്രൈസിലാണ് സെൽ ചെയ്യുന്നത്. പേടിഎമ്മിൻ്റെ പ്രമുഖ ഇൻവെസ്റ്ററായ എലവേഷൻ ക്യാപിറ്റൽ പേടിഎമ്മിൻ്റെ 2% ഇക്വിറ്റി ഷെയറുകൾ 4% ഡിസ്കൗണ്ടിൽ സെൽ ചെയ്യുന്നു. 1,281 രൂപയ്ക്ക് അടുത്തായിട്ടാണ് കഴിഞ്ഞ ദിവസം പേടിഎം ക്ലോസ് ചെയ്തത്. അവിടെ നിന്നും 4% ഡിസ്കൗണ്ടിലാണ് സെല്ലിംഗ് നടക്കുക. ഇന്ന് ഫാർമ സെക്ടറിൽ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് അസ്ട്രാജെനിക്ക ഫാർമ എന്ന സ്റ്റോക്കാണ്. അസ്ട്രാജെനിക്ക ഫാർമ എന്ന കമ്പനി സോഡിയം സിർക്കോണിയം സൈക്ലോസിലേറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് സൺ ഫാർമ എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. PTC ഇൻഡസ്ട്രി അതിൻ്റെ കാസ്റ്റിംഗ് ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് PTC ഇൻഡസ്ട്രി എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. DCX സിസ്റ്റം എന്ന കമ്പനിക്ക് 22 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് DCX സിസ്റ്റം എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. WPIL എന്ന കമ്പനിക്കും 426 കോടി രൂപയുടെ ഓർഡർ ട്രാൻസ് കാനലോൺ ടണൽ അതോറിറ്റിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് WPIL എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. ടാറ്റ പവർ എന്ന കമ്പനി NHPCയുടെ 300 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സോളാർ പ്രോജക്റ്റിൻ്റെ കൊമേഴ്സ്യൽ ഓപ്പറേഷനും ആരംഭിച്ചു. അതുകൊണ്ട് ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. പിരാമൽ എൻ്റർപ്രൈസസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി ഫണ്ട് റൈസുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. മുഫിൻ ഗ്രീൻ ഫിനാൻസ് എന്ന കമ്പനിയും ഫണ്ട് റൈസുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. വേദാന്ത എന്ന കമ്പനിക്ക് 500 മെഗാവാട്ടിൻ്റെ പവർ പർച്ചേസ് ഡീൽ തമിഴ്നാട് ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളിൽ നിന്നും ലഭിച്ചതുകൊണ്ട് വേദാന്ത എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്